ജസ്ന തിരോധാന കേസ് അത് വീണ്ടും കോടതിയിൽ എത്തുകയാണല്ലോ. കാരണം അച്ഛൻ്റെ ഹർജിയുണ്ട്. ഈ കേസിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ജസ്നയെ കണ്ടെത്താൻ കഴിയാത്തതുമായി ബന്ധപ്പെട്ട അച്ഛൻ്റെ ആധിയും അവലാദികളും പൊതുസമൂഹത്തിൻ്റെ ഒരു വ്യഥ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നിർണായകമാണ് കോടതിയുടെ ഇടപെടലും? സുരേഷ്, അതാണ് ഏറെ നിർണായകമായിട്ടുള്ള നടപടി കൂടിയാണ് ജസ്നയുടെ പിതാവിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് താൽക്കാലികമായി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് CBI നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു നടപടി ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം, ഒപ്പം തന്നെ ചില ആശങ്കകൾ അവർക്ക് മുൻപാകെ വെച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഈ ഒരു സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം വേണം, ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് വീണ്ടും പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് CBI റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ ഹർജി വീണ്ടും, ഈ അച്ഛന്റെ ഹർജി വീണ്ടും പരിഗണിക്ക് വരുന്നത്. ഇതിൽ പ്രധാനമായും ചില കാര്യങ്ങൾ ജസ്നയുടെ പിതാവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് തുടക്കത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ആൺസുഹൃത്തിന്റെ സാന്നിധ്യം കുടുംബം പറഞ്ഞിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കൂടാതെ ചില ഘട്ടങ്ങളിൽ ഫോണുകൾ പരിശോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലും കുടുംബം ചില ആശങ്കകൾ രേഖപ്പെടുത്തിയിരുന്നു. അതിലും CBIയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടില്ല. കേസ് പൂർണ്ണമായി അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നീതി ലഭിക്കില്ല, അല്ലെങ്കിൽ തുടരന്വേഷണമോ അല്ലെങ്കിൽ ജസ്നയുടെ തിരോധാനത്തിന്റെ കൃത്യമായ കാരണത്തിലേക്ക് എത്തില്ല എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു നടപടി അല്ലെങ്കിൽ വാദം വേണം എന്നൊരു കാര്യം ജസ്നയുടെ പിതാവിന്റെ അഭിഭാഷകൻ കൂടി കോടതിക്ക് മുന്നിൽ അറിയിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസ് വീണ്ടും ഇന്ന് പരിഗണനയ്ക്ക് വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും തുടർ നടപടികളിലേക്ക് ഇനി നീങ്ങാൻ പോവുക. ഒരുപക്ഷെ ഇന്ന് ഈ ഹർജി വാദം കേൾക്കുമോ അതോ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് കോടതി കടക്കുമോ എന്നുള്ളത് നിർണായകമാണ്. എന്തായാലും ഒരു താൽക്കാലികമായി കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ളൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് CBI കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ കൃത്യമായി അവർ മൊഴിയെടുക്കൽ നടത്തിയിട്ടുണ്ട്. അധ്യാപകരുടെയും ഒപ്പം തന്നെ ജസ്നയുടെ ആൺസുഹൃത്തിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള മറ്റു പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഫോൺ രേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം ജസ്നയെ കാണാതാകുന്നത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ അടക്കം അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് CBIയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് പിതാവ് വീണ്ടും കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ആ ഹർജിയാണ് ഇന്ന് പരിഗണിക്കാൻ പോകുന്നത്. എന്തായാലും രാവിലെ 11 മണിയോടുകൂടി ഹർജി കോടതി പരിഗണിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുരേഷ്.